ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു വി കോളർ നെക്ക് കുർത്തിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു പ്ലീറ്റ്സൊക്കെ ഫ്രണ്ടിലും വരുന്നുണ്ട്. നെക്കിൻ്റെ കോളറിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് നമ്മളൊരു ചെറിയ ലേസ് ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തിട്ടാണ് ഈ ഒരു കുർത്തി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മളെ അടുത്തുള്ളൊരു കസ്റ്റമർ തന്നെയാണ്. ആൾ നമുക്ക് മെറ്റീരിയൽ കൊണ്ടു വന്നിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തു. അതിന് ശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ടിനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു 4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് പൊസിഷനിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഭാഗം ഒന്ന് 4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോർമലി നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ നമുക്കിവിടെ 7.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആം ഹോൾ എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സിം അലവൻസ് കൂടിയും ചേർത്ത് നമ്മൾ 11 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് സെപ്പറേറ്റ് അല്ല, എന്നാലും നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് 14 ഇഞ്ചൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അതിൽ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 8 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. പിന്നെ 1.5 ഇഞ്ച് സിം അലവൻസും കൂടി ചേർത്ത് നോർമലി നമ്മൾ കുർത്തീസും സൽവാറൊക്കെ ചെയ്യുന്ന പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇതിൽ കട്ട് ചെയ്ത് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ ബാക്ക് പോർഷൻ നമ്മളൊന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഉള്ളത്. അത് നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചതൊന്ന് നിവർത്തിയിടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച 4 ഇഞ്ചൊന്ന് ജസ്റ്റ് തെളിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് നെക്ക് വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ആ 4 ഇഞ്ച് എക്സ്ട്രാ ഫോൾഡ് ചെയ്ത് വെച്ചതൊന്ന് മാർക്ക് ചെയ്ത് താഴോട്ട് 10 ഇഞ്ച് വരെ 10 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ഈ ഫ്രണ്ട് നെക്കിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ച് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നോർമലി വേണ്ട നെക്ക് വിഡ്ത്ത് എത്രയാണോ, എനിക്കിവിടെ 3.5 ഇഞ്ചാണ്, അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് നമ്മൾ ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മളുടെ ഈ 10 ഇഞ്ചിൻ്റെ അങ്ങോട്ട് ഒരു സ്ലോപ്പ് പോലെ ലൈൻ, ഒരു ഗ്ലാസ് ഷേപ്പിലുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 4 ഇഞ്ച് വിട്ടിട്ട് ഒരു 1 ഇഞ്ചും കൂടി എക്സ്ട്രാ വിട്ടിട്ട്, അതായത് 5 ഇഞ്ചിലേക്കാണ് നമ്മളുടെ ഈ ഒരു സ്ലോപ്പ്, ഈ 3.5 ഇഞ്ച് എന്നുള്ള സ്ലോപ്പ് പോയി മുട്ടേണ്ടത്. 5 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഈ 4 ഇഞ്ച് നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള 1 ഇഞ്ച് നമുക്ക് ആ കോളറിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് മറിക്കാനുള്ളതാണ്. സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി അടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഗ്ലാസ് ഷേപ്പ് പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കതൊന്ന് പ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നമുക്കിതൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ട് വരാം. മെഷീനിൽ നമ്മൾ കുഞ്ഞി പ്ലീറ്റ്സ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ്, ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ മുന്നേക്ക് ഇതിൻ്റെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വർക്ക് വന്നപ്പോൾ എന്തായാലും അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷോൾഡറും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കോളറിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്കുക. നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടിട്ട് അളന്നെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 35 ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഒരു
സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും. അത്യാവശ്യം കട്ടിയുള്ളൊരു ക്ലോത്തായിരുന്നു ഇത്. റയോണിൻ്റെ ക്ലോത്തായിരുന്നു. നമ്മളിങ്ങനെ ക്യാൻവാസ് വെച്ച് ചെയ്തിട്ട് അതിന് ശീലമായിട്ടാണ് ഇപ്പം ഞാനിതിൽ വെച്ച് കൊടുത്തു. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിൽ ലേസും കൂടി വെച്ചപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഞാൻ പിന്നീട് എനിക്ക് തോന്നി ഇതിന് ക്യാൻവാസ് വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ലേസും കൂടി വരുന്നതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ട് ഉണ്ടായിരുന്ന പോലെ തോന്നി. മീൻസ് നല്ല സ്റ്റിഫായിട്ട് നിന്നു, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ കോളറിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തതിൽ നമ്മൾ ഈ ഒരു ലേസ് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കോളറിൽ ഈ ഒരു ലേസ് ഫ്രണ്ട് പോർഷനിലേക്ക് വരണം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗത്താണ് നമ്മൾ ഈ ഒരു ലേസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഡയറക്റ്റ് നമ്മളുടെ ടോപ്പിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ റോങ് സൈഡിലായിട്ടാണ് നമ്മളിതിൻ്റെ സെൻറ്റർ വയ്ക്കേണ്ടത്. സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നോർമലി നമ്മൾ കോളർ ചെയ്യുന്ന പോലെ അത് മറിച്ച് ഉള്ളിലേക്കായിട്ട് തന്നെയാണ് നമ്മളിതിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് അതിന് ലോക്ക് കൊടുക്കുക. ഞാനിപ്പോൾ അത് അതുപോലെ തന്നെ നോർമലി കോളർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ് ചെയ്തതിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ കോളറിൻ്റെ ആ ഒരു വശം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് അത് ആ പ്ലീറ്റിൻ്റെ അടിഭാഗത്തേക്കായി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗം നന്നായി കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പീസ് ആ ഒരു പ്ലീറ്റിൻ്റെ ഉൾവശത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ക്യാൻവാസും കൂടി ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് 2 സ്ലീവ്സും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ എൻഡിലായിട്ടും നമ്മൾ ഇതുപോലത്തെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുർത്തിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു നെക്കിൽ വരുന്ന ഈ ഒരു ലേസും അതുപോലെ സ്ലീവിൻ്റെ ഒരു ലേസുമാണ്. ഇപ്പം നമ്മൾ അയൺ ചെയ്തെടുത്ത ആ ഒരു പീസ് നമ്മുടെ നെക്കിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അത്രയും കൂടി കഴിഞ്ഞാൽ ഈ കുർത്തിയുടെ പണി അവസാനിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു 3 പീസ് സൽവാർ സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു.